സോ ഗൈസ് നമുക്ക് ഇന്ന് ഹൗ ടു മേക്ക് ബോയിൽഡ് ചിക്കൻ അല്ലെങ്കിൽ ഹൗ ടു ബോയിൽഡ് ചിക്കൻ. അതിന് നമ്മൾ ചിക്കൻ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് ഒരു പാത്രത്തിൽ ലൈക്ക് വെള്ളം ചൂടാക്കാൻ വെക്കണം. ഫസ്റ്റ് വെള്ളം തിളക്കണം ഗൈസ്, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ് അങ്ങനെ വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്കിനകത്ത് ചിക്കൻ ഇടാം ഗൈസ്. ഓഹോ, ചിക്കൻ ഇടുമ്പോൾ സൂക്ഷിച്ചിടുക, ഇതേപോലെ എന്തെങ്കിലും തെറിക്കാൻ സാധ്യത ഉണ്ടാവും. എനിവേ തിളക്കട്ടെ ഗൈസ്, നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇടാം ഗൈസ്. കുറച്ച് ഷോന് 2 വെളുത്തുള്ളി ഇടാം. അടുത്തതായിട്ട് ഗൈസ് ബിരിയാണി കൂട്ടിൻ്റെ പാക്കറ്റിനകത്തുണ്ടായ 2-3 സാധനങ്ങളാണ്, നമുക്കിതെല്ലാം ഇടാം. അതൊക്കെ കണക്കട്ടെ. ഇനി വെള്ള സാധനം നമുക്ക് എന്തായാലും മാറ്റാം ഗൈസ്. 2 സ്പൂൺ എടുത്തിട്ട് ഗൈസ് നമുക്ക് ഈ വെള്ള സാധനം ഇങ്ങനെ എടുത്ത് മാറ്റാം. ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി നമുക്കിത് വേണ്ടാത്ത സാധനമാണ്, നമുക്ക് മാറ്റാം ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ വെള്ള സാധനം എല്ലാം മാറ്റിയിരിക്കുന്നു, കുറച്ച് തീയെല്ലാം കുറച്ചിട്ട്. ഇനി 2 ഐറ്റംസിന് എടുത്തിട്ടുണ്ട് ഗൈസ്, 2 ഐറ്റംസ്. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോയിൽഡ് ചിക്കൻ ഏകദേശം സെറ്റായി ഗൈസ്. ഗൈസ് ഒന്ന് നമുക്ക് കുറച്ച് ഉപ്പിടാം, ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ഇടേണ്ടത് ഗൈസ് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. ലേശം ഇട്ട് കൊടുത്താൽ മതി, വെറുതെ കാണാൻ ഒരു ഷോന് ഇടണം, നിർബന്ധമല്ല. ഉപ്പെന്തായാലും ഇടണം. കുരുമുളക് നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി, കുറച്ച് ഒരു തുള്ളി കാണാൻ രസത്തിന്. ഗൈസ് അങ്ങനെ നമ്മുടെ ചിക്കൻ ബ്രോത്തും റെഡിയായി. ഐ തിങ്ക് ചിക്കൻ പുഴുങ്ങിയതും റെഡിയായി. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഗൈസ്. ചിക്കൻ നമുക്ക് കാണാൻ പറ്റും, നല്ല നെയ്യെല്ലാം ഉരുക്കിയിട്ടുണ്ട് ഗൈസ്. ആ ഓയിലുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചടി കളിക്കുന്നു. സോ നമുക്ക് വേറൊരു പാത്രത്തിൽ മാറ്റാം ചിക്കൻ, ഐ മീൻ ബോയിൽഡ് ചിക്കൻ. ഗൈസ് ഫൈനലി നമ്മുടെ ബോയിൽഡ് ചിക്കൻ ഇതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നത് ഗൈസ്. ബൈ.